ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സം സില്ലി ഷെയറിങ്സ്. ഇന്നൊരു സൺഡേ ആണ്. ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൂണയിലെ ഫിഷ് മാർക്കറ്റിൽ വെച്ചാണ് ഗൈസ്. നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ മിക്കപ്പോഴും ഈ സ്റ്റാളിൽ നിന്നായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. സോ ഞങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങാൻ നോക്കാറുണ്ട്. ഇവിടെ നല്ല ക്രാബൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ അതിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു റൗണ്ട് എടുക്കും കേട്ടോ. ഫുള്ളി മാർക്കറ്റ് ഫുള്ളൊന്ന് കറങ്ങും. എന്നിട്ട് ഞങ്ങൾ അവിടെ എവിടെയൊക്കെ നല്ല മീനുകളുണ്ട്, എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഞാൻ പ്ലാൻ പണി വെക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് വരുമ്പോഴാണ് ഞങ്ങൾ വാങ്ങാറ്. ഇവിടെ നല്ല ലൈവ് ക്രാബൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ക്രാബിനല്ല വാങ്ങാറ്. നമ്മൾ ഫസ്റ്റ് കണ്ട കുറച്ച് താഴെ വൈറ്റ് കളറിലായിട്ടുള്ള ആ വലിയ ക്രാബിനെയാണ് വാങ്ങാറ്. ഒരുപാട് ഫിഷസ് ഉണ്ട് ഇവിടെ. കൂടുതലും വലിയ പ്രോൺസ് ഉണ്ട്. ഇത് കണ്ടില്ല, നമ്മുടെ സ്റ്റിംഗ്റേ എന്താണ് പറയുന്നത്, തെരണ്ടി. യെസ്, തെരണ്ടി. കൂടുതലും കുറേ പ്രോൺസ് ഉണ്ടാവാറുണ്ട്, വലിയ പ്രോൺസ്. പിന്നെ കുഞ്ഞി ഷ്രിംസ് ഉണ്ടാവാറുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ എന്താ പറയുക ഫിഷ്, എപ്പോഴും കണ്ടുവരുന്ന ഫിഷ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചെമ്പല്ലി, ഏരി, പിന്നെ ചൂര, ലൈക്ക് ട്യൂണ, പിന്നെ സ്റ്റിംഗ്റേ കുറേ ഉണ്ട് ഇവിടെ. നല്ല കട്ട് പീസസ് ആയിട്ടൊക്കെ കിട്ടും. കണ്ടോ എത്രയാ തെരണ്ടി നോക്കൂ, കുറേ. ഇത് നല്ലതായിരിക്കും കേട്ടോ. ഈ ബ്ലാക്ക് മാത്രമല്ല, വേറൊരു കളറും ഉണ്ട്, ലൈക്ക് സോഫ്റ്റ് സ്കിന്നായിട്ടുള്ള ആ ഒരു വെറൈറ്റിയും ഉണ്ട്. പിന്നെ ഐക്കൂറ, ആഗോലി, നമ്മുടെ നോർമൽ ഫിഷസ് ഒക്കെ ഉണ്ട്. അയിലയുണ്ട്, പുയ്യാപ്ലക്കോര. നമ്മളെ ഭാഗത്ത് പുയ്യാപ്ലക്കോര എന്ന് പറയാം. നിങ്ങളെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഫിഷസൊക്കെ ഉണ്ട്. എല്ലാം എന്താ പറയുക, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ വന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ മീൻ തൊടാനൊന്നും ഒരു ഇതുമില്ല. അവരൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. നമ്മുടെ ഈ ചെകിള എന്ന് പറയില്ലേ, ആ ഭാഗമൊക്കെ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് പൊളിച്ച് നോക്കി നല്ല ഫ്രഷ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ വാങ്ങുള്ളൂ. അപ്പം ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ ഇങ്ങനെ നോക്കി വാങ്ങും. പിന്നെ ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ മീനൊക്കെ ഇങ്ങനെ വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഫ്രഷ് മീനൊക്കെ ഇങ്ങനെ കാർട്സിലൊക്കെ ആക്കി അവരവരെ സ്റ്റോളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഇവിടെ പിന്നെ നമ്മുടെ ഐക്കൂറ ഉണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ വലിയ പീസസ് ആക്കിയിട്ട് ഇവർ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ അകത്തേക്ക് നോക്കിയിട്ടൊക്കെ നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ചോയ്സിന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരത് വേ ചെയ്തിട്ട് പിന്നെയും വീണ്ടും നല്ല തിൻ സ്ലൈസസ് ആക്കിയിട്ട് അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വേവ് ചെയ്യും, പിന്നെ ഇങ്ങനെ സ്റ്റോളിലേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെയൊക്കെ തന്നെ. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആണെന്ന് തോന്നി എനിക്ക് കുറച്ചധികം എക്സ്ട്രാ അറ്റൻഷൻ കിട്ടുന്ന പോലെ തോന്നി. എല്ലാവരും ഇങ്ങനെ വേവ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ കുറച്ച് ഷൈ എല്ലാവരും. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളെ നാട്ടിലാണെങ്കിലും എവിടെ പോയാലും ഫിഷ് മാർക്കറ്റിലൊക്കെ ഉള്ള ചേട്ടന്മാരെ കുറച്ചധികം ഫ്രണ്ട്ലി ആൻഡ് എന്താ പറയുക കൈൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ കൊട്ടയിൽ നിങ്ങൾ കണ്ടോ, നമ്മുടെ ചെമ്പല്ലി ഏരിയ വെറൈറ്റിയിലുള്ള മീനുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു രണ്ടാമത്തെ അല്ല, ഫസ്റ്റ് റൗണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ റൗണ്ട് കഴിയാറായി. ഞങ്ങളിങ്ങനെ ലാസ്റ്റ് സെക്ഷൻ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നും ഒരാളിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആ മീനിനെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അതിന് ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ക്രാബ് തന്നെ വാങ്ങാൻ വന്നു. ക്രാബ് ഈസ് ആൻ അഫ്രോഡിസിയാക് ഫുഡ് ആൻഡ് അതെന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അറിയാത്ത ആൾക്കാർ ഗൂഗിൾ ചെയ്ത് നോക്കണം. ആൻഡ് ഇറ്റ് ഈസ് സോ ഹെൽത്തി. ബ്രിജോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ക്രാബ്. ആൻഡ് സെക്കൻഡ്ലി ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ മാന്ത ഇല്ലേ, മാന്ത, അതിൻ്റെ ഒരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ ആണെന്ന് തോന്നുന്നു കേട്ടോ. മിക്കവാറും ഒരു ഫാമിലിയിലായിരിക്കണം. അങ്ങനെ ഈ വീക്കിൽ ഇത് രണ്ടുമാണ് നമ്മുടെ നോൺ ഐറ്റംസ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കീപ് വാച്ചിങ് അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.